ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ന്യൂ SCERT ആണ്, കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോൾ ക്ലാസ്സുകൾ മിസ്സാക്കരുത്. മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായും കാണാൻ ശ്രമിക്കുക. പിന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ചാണ്. കേരളത്തിലെ കാലാവസ്ഥ നാടറിയാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥ എപ്പോഴും ചോദ്യം വരുന്നതാണ് അല്ലേ? എപ്പോഴും ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് പോകേണ്ട ഒരു ഭാഗമാണ്. കാരണം പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം കൂടെയാണ്. മാർക്ക് പലർക്കും നെഗറ്റീവ് അടിച്ച് പോവാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ക്ലിയർ ആക്കി പോവാം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, പിന്നൊന്ന് എന്താണ്? വടക്കു കിഴക്കൻ മൺസൂൺ. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എപ്പോഴും ചോദ്യം വരാറുണ്ട് അല്ലെ? ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. എന്താണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത്? ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ട് ഇടവപ്പാതി എന്നറിയപ്പെടുന്നു? ഇടവപ്പാതി എന്ന് എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ജൂൺ മാസത്തിന്റെ ആദ്യ വാരത്തിലാണ് ഇതിന്റെ ആരംഭം അല്ലെ? ജൂൺ മാസത്തിലെ ആദ്യ വാരത്തിലാണ് ആരംഭം. അപ്പൊ ഇടവപാതിയോടെ അല്ലെ? ഇടവമാസത്തിലെ പാതിയോടെ, ഇടവമാസത്തിലെ പകുതിയോടെ തുടങ്ങുകയാണ്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. ഇടവമാസം പകുതിയോടെയാണ് ഇതിന്റെ ആരംഭം. ഇടവമാസം പകുതി, അതാണ് ഇടവപ്പാതി. ഇപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. അതായത് ജൂണിൽ ആരംഭിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതായത് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ഏത് മഴയിൽ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം നമ്മൾ പറഞ്ഞു, ഇത് ഏത് മാസത്തിലാണ് തുടങ്ങുന്നത്? ഏതിലാണ്? ജൂൺ മാസത്തിലാണ് ഇതിന്റെ ആരംഭം. അപ്പൊ അതൊന്ന് തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ ഒന്ന് ക്ലച്ച് പിടിക്കാൻ അടുത്ത മാസമാവും അല്ലേ? അപ്പൊ ഈ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജൂലൈ മാസത്തിലാണ്. അപ്പൊ അത് ക്ലിയർ അല്ലേ? ജൂൺ മാസത്തിലാണ് ഏതിന്റെ ആരംഭം? ജൂൺ ആദ്യ വാരത്തിലാണ് ഏതിന്റെ ആരംഭം? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭം. ഓക്കെ, അടുത്ത് നോക്കാം. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. നമ്മൾ പഠിച്ചൂലേ ഇടവപ്പാതി, ഇടവമാസത്തിലെ പകുതിയോടെ. ഓക്കെ, ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇവിടെ അങ്ങനെയും ചോദ്യം വരും കേട്ടോ. ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മഴക്കാലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇവിടെ എന്താണ്? അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. ഓക്കെ, അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം ഏതാണ്? അറബിക്കടലിൽ നിന്നുള്ളതാണ്. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം. പിന്നെ തുലാവർഷത്തിൽ, അതായത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഏതിന് കാലം? തുലാവർഷത്തിൽ, അതായത് വടക്കു കിഴക്കൻ മൺസൂണിന് കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം ഏതാണ്? അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം. ശ്രദ്ധിച്ചു പഠിക്കുക. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം എന്താന്ന് ചോദിച്ചാൽ ഏതാണ്? അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റ്. ഏതിനാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതി. അപ്പൊ ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭം എപ്പോഴാണ്? ജൂൺ മാസം ആദ്യ വാരത്തോടെയാണ് അല്ലെ? അതും പഠിച്ചു വെക്കട്ടെ. ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അതും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ. ഓക്കെ, ഒക്ടോബർ മാസത്തിൽ ആരംഭിക്കുന്നത് ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മാസത്തിലും ഒക്ടോബർ മാസത്തിൽ വടക്കു കിഴക്കൻ മൺസൂണുമാണ്. വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ ഏതാണ് ആരംഭിക്കുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അപ്പൊ അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റ് ഏതിന് കാരണമാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണമാണ്. അതായത് ഇടവപ്പാതിക്ക് കാരണം. ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മനസ്സിലാക്കി പഠിച്ചു പോവാ കേട്ടോ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം ഏതാണ്? അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റും. വടക്കു കിഴക്കൻ മൺസൂണിന് കാരണം ഏതാന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റും ആണ്. രണ്ടും ക്ലിയർ അല്ലേ? പിന്നെ എന്ത് പഠിച്ചു? ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലമാണ്. ഇത് SCERT അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജൂൺ മാസം, അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ കൊടുത്തിട്ടില്ലെങ്കിലും ഇത് അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചോദ്യം വരാൻ ഏറ്റവും സാധ്യത ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ എപ്പോഴാണ് ആരംഭിക്കുന്നതാണ്? എപ്പോഴാണ്? ഒക്ടോബർ മാസത്തോടെയാണ് വടക്കു
വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിക്കുന്നത്. പക്ഷേ മറ്റേതും പഠിച്ചു വെക്കണം. PSCക്ക് എപ്പോഴാണ് എന്താ ചോദിക്കേണ്ടത് തോന്നാറില്ല, ചിലപ്പോൾ അവർ തോന്നിയ പോലെയൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്ക് ചോദിക്കാൻ തോന്നുകയാണ്, അതായത് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. മറ്റേത് ചോദിക്കണം തോന്നിയാലോ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിക്കണം തോന്നിയ PSC ചോദിക്കും. അപ്പോൾ അതും പഠിച്ചു വെക്കുക. അത് ജൂൺ മാസത്തിലും ഇത് ഒക്ടോബർ മാസത്തിലുമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജൂലൈ മാസമാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലം ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഹിപ്പാലസ് കാറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്, അത് നമുക്ക് പഠിക്കാട്ടോ, അതിൽ പഠിക്കാണ്ട്. ഹിപ്പാലസ് കാറ്റ് എന്നും അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭം എപ്പോഴാണ്? ജൂൺ മാസത്തിൽ, ജൂൺ ആദ്യ വാരത്തോടെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ തുലാവർഷം, അതായത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റ് ഏതിന് കാരണം? അതായത് തുലാവർഷത്തിൽ, അല്ലെ? തുലാവർഷം എന്ന് പറയുമ്പോൾ ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ ആണ്, അല്ലെ? തുലാവർഷത്തിൽ നടക്കുന്ന ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എപ്പോഴാണ്? അല്ല, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എവിടെ നിന്നുള്ള കാറ്റാണ്? അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റ്, അല്ലെ? അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം. വടക്കു കിഴക്കൻ മൺസൂണിന് കാരണം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ്. ക്ലിയർ ആയി പഠിച്ചല്ലോ? ഓക്കെ, ഇതുവരെ പഠിച്ച പോയിന്റ്സ് ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത് ആരാണ്? നമുക്കൊക്കെ അറിയാം, അത് ഹിപ്പാലസ് ആണ്, അല്ലെ? ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ചോദ്യം വരും, ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത് ആരാന്ന് വെച്ചാൽ പോയിട്ട് വാസ്കോഡ ഗാമ എന്ന് കറുപ്പിക്കരുത്. അതാരാണ്? ഹിപ്പാലസ് ആണ് കേട്ടോ. ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത് ആരാണ്? അത് ഹിപ്പാലസ് ആണ്. ആരാണ്? ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം, അല്ലെ? മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ് അറിയപ്പെടുന്നത്? മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ അല്ലേ? അപ്പോ ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയതാരാണ്? ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, അതും ക്ലിയർ ആയി. അടുത്തത്, കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖലയാണ് കേട്ടോ. ഇത് ചോദ്യം വരും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരും. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖല. ഉഷ്ണമേഖല കാലാവസ്ഥയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം, ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും, ജൂലൈ മാസത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പിന്നെ ഏതൊക്കെ മാസം നമ്മൾ പഠിച്ചു? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭം എപ്പോഴാണ്? ജൂൺ മാസത്തിലെ ആദ്യ വാരത്തോടെയാണ്. പിന്നെ ഒക്ടോബർ മാസത്തിലെ ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ ആണ്, അല്ലെ? വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? ജനുവരിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈയിലും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? ജനുവരിയിലുമാണ്. ഏറ്റവും കൂടുതൽ മഴ എപ്പോഴാണ്? ജൂലൈയിലാണ്. ഏറ്റവും കുറവ് മഴ എപ്പോഴാണ്? അത് ജനുവരിയിലാണ്. അപ്പൊ കൂടുതൽ ജൂലൈയിലും കുറവ് ജനുവരിയിലും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ ആണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഏതാണ്? ജനുവരിയാണ്. അതുവരെ ക്ലിയർ ആയി. അടുത്തത്, കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇതും പഠിച്ചു വെക്കണേ. ഓക്കെ, 300 സെന്റിമീറ്റർ. അപ്പോൾ ഇത് കിട്ടുമല്ലോ, 300. ഓക്കെ, എത്രയാണ്? 300 ആണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. 300 സെന്റിമീറ്റർ. ഇത് പഠിച്ചു വെച്ചോ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 300 സെന്റിമീറ്റർ. ഓക്കെ, മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത്. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് എന്താണ്? മാംഗോ ഷവർ എന്നാണ്. പഠിച്ചു വെച്ചോ. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മാംഗോ ഷവർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? നമുക്കൊക്കെ അറിയാം, അത് കോഴിക്കോടാണ്, അല്ലെ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോടാണെന്നും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണെന്നും നമുക്കറിയാം, അല്ലെ? നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തെയാണ്. ഗസലുകളുടെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോഴിക്കോടാണ്. സത്യത്തിന്റെ തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് കോഴിക്കോടാണ്, അല്ലെ? ഗസലുകളുടെ നാട്, സത്യത്തിന്റെ തുറമുഖം
എന്നറിയപ്പെടുന്നത്, കോഴിക്കോട് നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്, അത് തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. അപ്പൊ ഈ തിരുവനന്തപുരത്താണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. ഓക്കെ, ഇത്രയും പഠിച്ച പോയിന്റ്സ് ക്ലിയർ ആയോ? ഓരോന്നും നോക്കാം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഇപ്പൊ ഏതൊക്കെ രണ്ട് മഴക്കാലങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, പിന്നെ ഒന്ന് വടക്കു കിഴക്കൻ മൺസൂൺ. രണ്ടും ക്ലിയർ ആണ്. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്നത് എപ്പോഴാണ് ചോദ്യം വന്നാൽ നമുക്ക് കിട്ടും. അത് ജൂൺ മാസത്തിൽ ആദ്യ വാരത്തിലാണ്. അതുകൊണ്ട് ഇടവ മാസത്തിലെ പകുതിയോടുകൂടെ അല്ലെ, ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. പിന്നെ വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് എന്നും നമ്മൾ പഠിച്ചു. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഏതിന് കാരണം? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണം. പിന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഏതിന് കാരണം? വടക്കു കിഴക്കൻ മൺസൂണിന് കാരണം എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും വടക്കു കിഴക്കൻ മൺസൂണിൽ നിന്നാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നത് എന്താണ്? അത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിക്കുക. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്നത് എപ്പോഴാണ്? ജൂൺ മാസത്തിലാണ്. തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് മഴ പെയ്യിക്കുന്നത്. ഓക്കെ, തുലാവർഷത്തിൽ, അതായത് ബംഗാൾ ഉൾക്കടലിൽ വടക്കു കിഴക്കൻ മൺസൂൺ. പിന്നെ ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ് ആണ് കേട്ടോ. ഹിപ്പാലസ് ആണ് ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത്. ആരാണ്? ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണെന്നും നമ്മൾ പഠിച്ചു. ഹിപ്പാലസ് കാറ്റ് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഉഷ്ണമേഖല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? നിങ്ങൾക്ക് അറിയാം, അത് ജൂലൈ ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈയിലും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലുമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവുമാണ്. ഓക്കെ, പിന്നെ എന്താ പഠിച്ചത്? വാർഷിക വർഷപാതം എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. 300 സെന്റിമീറ്റർ. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. ഇത് പഠിച്ചു വെക്കണേ. മൺസൂണിന് മുൻപായുള്ള വേനൽ മഴ അറിയപ്പെടുന്നതാണ് മാംഗോ ഷവർ. മാംഗോ ഷവർ എന്നാണ് മൺസൂണിന് മുൻപായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത്. മൺസൂണിന് മുൻപായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് എന്താണ്? മാംഗോ ഷവർ എന്നാണ്. മാംഗോ ഷവർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ഏറ്റവും കുറവ് ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ? കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി പഠിക്കുക. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ പോരാ. അതായത് സ്റ്റേറ്റ്മെന്റ് വന്നാലും നിങ്ങൾക്ക് ഉറപ്പ് വേണം, ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന ഉറപ്പ് നിങ്ങൾക്ക് വേണം. അപ്പൊ പറഞ്ഞു തന്ന പോലെ തന്നെ നല്ല എക്സാക്റ്റ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ പഠിച്ചു പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, ഇന്നത്തെ ക്ലാസ് നല്ല ഏതൊരു ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.